പതാഞ്ജലി ആയുർവേദ ലിമിറ്റഡ്, രാംദേവ്, ബാബ രാംദേവ്, പിന്നെ ആചാര്യ ബാലകൃഷ്ണ ആ കമ്പനിയുടെ പാർട്ട്ണർ. പതാഞ്ജലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയാണ്. അവര് ഇന്ത്യയിലുള്ള എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും സോറി എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സോറി പറയണം എന്ന് പറഞ്ഞത് ആരാ എന്ന് ചോദിച്ചാൽ സുപ്രീം കോർട്ടാണ്. അങ്ങനെ സോറി പറഞ്ഞിട്ട് സുപ്രീം കോടതി പോയിട്ട് ദേ കണ്ടില്ലേ ഞങ്ങൾ സോറി ചോദിച്ചു എന്ന് സുപ്രീം കോടതി പോയി പറഞ്ഞപ്പോ കോടതി പറഞ്ഞു, ഇല്ല മോനെ ഇത് പറ്റത്തില്ല, നിങ്ങള് പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോ എങ്ങനെ കൊടുക്കും അതേപോലെ വലുതായിട്ട് പരസ്യം കൊടുക്കുന്ന പോലെ തന്നെ മാപ്പും പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് തെറ്റാണ് പതാഞ്ജലി ചെയ്തത്? കോവിഡിന്റെ സമയത്ത് കള്ളപ്രചരണം ചെയ്ത് 1-2 അല്ല 450 കോടി ഉണ്ടാക്കി. ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിച്ച് 450 കോടി ഉണ്ടാക്കി എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇങ്ങനെ കുറെ കേസുകൾ പതാഞ്ജലിക്കെതിരെയും ബാബ രാംദേവിനെതിരെയും വരുന്നുണ്ട്. ഇത് ശരിക്കും എന്താണ്, എന്ത് പ്രശ്നത്തിലാണ് പതാഞ്ജലിയും ബാബ രാംദേവ് ഒക്കെ പെട്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. ബട്ട് അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബാബ രാംദേവ് ആരാണ് എന്ന് തന്നെ പലർക്കും അറിയത്തില്ലായിരിക്കും. സോ ബാബ രാംദേവ് ആരാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് രാംദേവ് എന്നല്ല, രാമകൃഷ്ണ എന്നതാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം. ആൾ ജനിച്ചത് നല്ല സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയിലായിരുന്നു. അതുപോലെ സ്കൂളിൽ പോയാലും അദ്ദേഹത്തിന് പഠിക്കാനും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. എന്തായാലും ഇദ്ദേഹം പഠിക്കുന്നില്ല എന്ന് പാരന്റ്സിന് മനസ്സിലായപ്പോൾ പാരന്റ്സ് അവസാനം അദ്ദേഹത്തെ അടുത്തുള്ള ഗുരുക്കുളിൽ കൊണ്ടുപോയി ചേർത്തു. ഈ ഗുരുക്കുൾ വെച്ചാൽ ഏകദേശം ഈ സ്വാമിമാരൊക്കെ പഠിക്കുന്ന ഓരോ വേദവാക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണത്തില്ല. ഈ ഹിന്ദു മിതോളജി അനുസരിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഗുരുക്കുളിലൊക്കെ അവർ പഠിക്കുന്നത്. അതായിരിക്കും അതാണ് അദ്ദേഹം പഠിച്ചത്. അവിടെ വെച്ചാണ് അദ്ദേഹം ആചാര്യ ബാലകൃഷ്ണ എന്ന വേറൊരു പയ്യനെ കാണുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആവുന്നു. പിന്നീട് ഇവർ രണ്ടുപേർ ചേർന്നാണ് പിന്നീട് ഫ്യൂച്ചറിൽ പതാഞ്ജലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ ശേഷം ഈ ആചാര്യ ബാലകൃഷ്ണ എന്ന വ്യക്തി അദ്ദേഹത്തിന് ആയുർവേദത്തിലൊക്കെയായിരുന്നു ഇൻട്രസ്റ്റ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും പഠിക്കാനും ഒക്കെ അദ്ദേഹം പോയി. ഗുരുക്കുളിൽ പഠിച്ചിട്ട് രാംദേവ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ ഹിമാലയത്തിൽ പോയി. അവിടെ ഒരു 3 വർഷം അവിടെയായിരുന്നു. പിന്നെ അതിനുശേഷം ഹരിദ്വാറിൽ പോകുന്നു, അവിടെ കുറച്ച് വർഷം ഇരിക്കുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ച് കറങ്ങി പഴയ ഫ്രണ്ടിനെ തന്നെ കാണാൻ വരുന്നു, ആചാര്യ ബാലകൃഷ്ണൻ തന്നെ കാണാൻ വരുന്നു. ഇനി എന്തുവാ ചെയ്യേണ്ടത് രാംദേവിന് അറിയാൻ പാടാതിരിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ടാണ് ആചാര്യ എന്ന് പറഞ്ഞ ഈ ഫ്രണ്ടാണ് അദ്ദേഹത്തെ വേറൊരു സ്വാമിയുടെ അടുത്ത് പരിചയപ്പെടുത്തി വിട്ടത്. അവിടെയായിരുന്നു അദ്ദേഹം യോഗ ഒക്കെ പഠിച്ചത്. യോഗ ഒക്കെ പഠിച്ചു, പിന്നെ അവിടെ തന്നെ പഠിപ്പിച്ചു. അതിനുശേഷം പിന്നെ ഫ്യൂച്ചറിൽ ഗുജറാത്തിൽ ഒരു വലിയൊരു മീറ്റിൽ അദ്ദേഹത്തിന് യോഗ പഠിപ്പിച്ചു കൊടുക്കാൻ, ലൈവായിട്ട് യോഗ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ചാൻസ് കിട്ടി. പിന്നെ അതിൽ നിന്ന് കൂടുതൽ പണം ഉണ്ടാക്കാൻ തുടങ്ങി. യോഗ പഠിപ്പിച്ച് അതിൽ നിന്ന് കൂടുതൽ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കൂടുതൽ വലിയ രീതിയിലൊക്കെ കൊണ്ടുവന്ന് കൂടുതൽ പണമൊക്കെ അതിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് 2000 ആ വർഷമൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒരു മാജിക് സംഭവിക്കുന്നു. അത് വേറെ ഒന്നുമല്ല, ടി വി വന്നതോടെ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കാൻ തുടങ്ങി അദ്ദേഹം. അതായത് യോഗയുടെ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കാൻ തുടങ്ങി. അത് കൂടാതെ അദ്ദേഹം രാവിലെ ടി-വിയിൽ യോഗ പഠിപ്പിക്കാനും തുടങ്ങി. അങ്ങനെയാണ് രാംദേവ് ഫേമസ് ആയത്. അപ്പൊ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഉടനെ ടി-വി കാണുമ്പോഴത്തേക്ക് രാംദേവിന്റെ യോഗ പ്രോഗ്രാമാണ് കാണുന്നത്. അങ്ങനെ ഇന്ത്യ മുഴുവൻ രാംദേവ് ഫേമസ് ആയി. സ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര ഫേമസ് ആയി അദ്ദേഹം. ആ സമയത്താണ് പതാഞ്ജലി എന്ന് പറഞ്ഞ ഒരു കമ്പനിയും അവർ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ ഫണ്ട് വേണമല്ലോ. അപ്പൊ ഇവരുടെ യോഗ പഠിപ്പിക്കുന്ന പണം ഇച്ചിരി ഉണ്ടെങ്കിലും ഇത്രയും ഒരു കമ്പനി, വലിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ, ആയുർവേദ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. അതിന് ഫണ്ട് വേണം. അപ്പൊ അതിന് സ്കോട്ട്ലാൻഡിൽ ഇദ്ദേഹത്തിന്റെ ഒരു വലിയ ഒരു ആരാധകർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരാണ് ഇതിന് ഫണ്ട് ചെയ്തത് എന്നാ പറയുന്നത്. അതിനെ പുറകിൽ ഒരുപാട് ആരോപണങ്ങളുണ്ട്, അല്ല ഇങ്ങനെയാണ് എന്നൊക്കെ. പക്ഷെ അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം അവിടെ സ്കോട്ട്ലാൻഡിൽ നിന്നാണ് അദ്ദേഹം ഈ പതാഞ്ജലി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫണ്ട് അദ്ദേഹത്തിന് കിട്ടിയത്. ഇങ്ങനെ പതാഞ്ജലിയുടെ പ്രോഡക്ട്സ് ഒക്കെ മാർക്കറ്റിൽ വരുന്നു. ഇങ്ങനെ വന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ആയി ഇങ്ങനെ കച്ചവടമൊക്കെ നോർമലായിട്ട് പൊക്കോണ്ടിരിക്കുവായിരുന്നു. ആ സമയത്താണ് ഒരു വലിയ ഒരു ട്വിസ്റ്റ് നടന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗി നൂഡിൽസ് ഇല്ലേ, അതിനെ നിരോധിച്ചു. നമ്മളെല്ലാവരും കേട്ട് കാണും. പെട്ടെന്ന് കുറച്ച് ദിവസത്തേക്ക് മാഗി നൂഡിൽസ് ഇന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അന്ന് നിരോധിച്ചായിരുന്നു സുപ്രീം കോടതി. അങ്ങനെ ആ മാഗി നൂഡിൽസ് നിരോധിച്ചപ്പോഴാണ് ആ സമയത്ത് പതാഞ്ജലി നൂഡിൽസ് ലോഞ്ച് ചെയ്തു. പതാഞ്ജലി ആട്ട നൂഡിൽസ് എന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആണ്. ഇതിന് അവർ ഭയങ്കരമായിട്ട് അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാഗി പോയ സമയത്ത് മൊത്തം മാർക്കറ്റും ഈ പതാഞ്ജലി പിടിച്ചെടുത്തു എന്ന് വേണം പറയാൻ. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇന്ത്യയുടെ ഫുഡിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ടീമുണ്ട്, FSSAI എന്ന് പറഞ്ഞിട്ട്.
അവര് നോക്കിയിട്ട് തനിക്ക് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള പെർമിഷൻ ഞങ്ങൾ തന്നില്ലല്ലോ. ഇന്ത്യയിൽ ആകെപ്പാടെ ഈ മാഗി നൂഡിൽസ് ഉണ്ടാക്കാൻ ആകെ ഒരു 10 കമ്പനിക്ക് പെർമിഷൻ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ താനെങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത്? നിനക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ പെർമിഷൻ ഇല്ലല്ലോ എന്നൊരു ചോദ്യം FSSAI ഇന്ന് വരുന്നു. അപ്പൊ പതാഞ്ജലി ഇവിടുന്ന് എന്തോ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾക്ക് സേമിയ ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്, സേമിയ വിൽക്കാനുള്ള ലൈസൻസ് ഉണ്ട്, അതുകൊണ്ട് സേമിയ പാസ്ത എല്ലാം ഒന്നിച്ച് നൂഡിൽസ് എല്ലാം ഒന്നിച്ച് വരുന്നതുകൊണ്ട് അതിനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് ഉണ്ട്, സേമിയ ഉള്ളതുകൊണ്ട് ഇതും കൂടി ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും എന്ന് പതാഞ്ജലി പറഞ്ഞു അവരുടെ സൈഡിൽ നിന്ന്. അപ്പൊ അവിടെ വെച്ചാൽ അത് പ്രശ്നമായി. കാരണം FSSAI പറഞ്ഞു, ഇല്ല മോനെ അത് പ്രീ കുക്ക്ഡ് ആണ്, ഇത് അങ്ങനെയല്ല, നമ്മൾ പോയി ഉണ്ടാക്കണം, അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്, അതുകൊണ്ട് അത് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ആ ഒരു ആർഗ്യുമെന്റ് ഭയങ്കര ഒരു ചെറിയ പ്രശ്നമായിട്ട് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഇതാണ് ഫസ്റ്റ് പ്രശ്നം. അതിനുശേഷം പിന്നെ പതാഞ്ജലി എല്ലാ പ്രോഡക്ട്സും റിലീസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഇല്ലാത്ത പ്രോഡക്ട്സേ ഇല്ലെന്നാണ് തോന്നുന്നത്. സോപ്പ്, പേസ്റ്റ്, ഷാംപൂ, ജ്യൂസ് എല്ലാം ഇഷ്ടംപോലെ പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഇറങ്ങി ഒരു വലിയ കമ്പനി ആയിട്ട് അതങ്ങ് മാറി. അങ്ങനെ ബിസിനസ് ഭയങ്കരമായിട്ട് ഗ്രോ ആയി വന്നപ്പോഴത്തേക്ക് അഡ്വർടൈസ്മെന്റ്സും ഭയങ്കരമായിട്ട് അവർ ഇടാൻ തുടങ്ങും, ഭയങ്കരമായിട്ട് ഗ്രോ ആയി. അങ്ങനെ അഡ്വർടൈസ്മെന്റ് ഇട്ടപ്പോഴാണ് ഇവർ പെട്ടുപോയത്. ഈ പരസ്യത്തിനകത്ത് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിനകത്ത് ഇവർ എന്തുവാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞങ്ങളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഷാംപൂ ആണെന്ന് വെച്ചോ, ഞങ്ങളുടെ ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ വരില്ല. ബാക്കിയുള്ള കോർപ്പറേറ്റ്സിന്റെ, അതായത് വെസ്റ്റേൺ കൺട്രീസിന്റെ, പുറത്ത് രാജ്യത്തിലെ വേറെ കമ്പനികളിലൊക്കെ ഇല്ലേ ഷാംപൂസ്, ആ ഷാംപൂസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ വരും, അല്ലെങ്കിൽ അവരുടെ ജ്യൂസ് ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ വരും. പക്ഷെ ഞങ്ങളുടെ പ്രോഡക്ട്സ്, ഇത് നമ്മുടെ വീട്ടിലെ പ്രോഡക്റ്റ് ആണ്, ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ വരില്ല എന്ന രീതിയിൽ അദ്ദേഹം പരസ്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. അതായത് ഞങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഇവർ അങ്ങനെ അല്ലായിരുന്നു, ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ നല്ലത്, ബാക്കി എല്ലാവരും ഫ്രോഡുകളാണ് എന്നൊരു രീതിയിലായിരുന്നു പിന്നീട് ഇവരുടെ പരസ്യങ്ങളെല്ലാം. അതായത് ഇത് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ പ്രോഡക്റ്റ്, ബാക്കിയുള്ള പ്രോഡക്ട്സ് എല്ലാം വെസ്റ്റേൺ പ്രോഡക്ട്സ് ആണ്, അതായത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെയാണ്, അമേരിക്കക്കാരുടെയാണ്. അവർ നമ്മുടെ നാട്ടിൽ വന്ന് കച്ചവടം ചെയ്ത് നമ്മുടെ പണമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നോക്കുവാണ്, അതിലൊന്നും നമ്മൾ ഇന്ത്യക്കാർ വീഴാൻ പാടില്ല. ആ ഒരു രീതിയിലായിരുന്നു ഇവരുടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ. അപ്പൊ ഇത്രയും പരസ്യമൊക്കെ കൊടുത്തപ്പോൾ ഇന്ത്യയിൽ പരസ്യത്തിന് വേണ്ടിയിട്ട്, അഡ്വർടൈസിംഗിന് വേണ്ടി വേറൊരു ടീമുണ്ട്, അഡ്വർടൈസിംഗ് ടീമുണ്ട്. അപ്പൊ അവര് ഇതൊക്കെ സ്ക്രീൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവരിതോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങളിൽ 75% കാര്യങ്ങളും കള്ളമാണ് എന്നാണ് അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു വാദം. ഇതാണ് കോൺട്രവേഴ്സി നമ്പർ 2. ഇവർ പരസ്യങ്ങളിൽ പറയുന്നത് 75% കള്ളമാണ് എന്നത്. അങ്ങനെ ഇതൊക്കെ കേസുകളായിട്ട് വന്നുകൊണ്ടിരിക്കും. അദ്ദേഹത്തിനെതിരായിട്ട് കോടതിയിലെ കേസ് നടന്നുകൊണ്ടിരിക്കുവാണെങ്കിലും ഇദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം ഈ പതാഞ്ജലി വളർന്നുകൊണ്ടിരുന്നപ്പോ പോളിറ്റീഷ്യൻസും ഭയങ്കരമായിട്ട് ഇതിനകത്തോട്ട് കയറി വന്നു. ഭയങ്കര ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടും ഇദ്ദേഹത്തിന് കിട്ടി. ഇദ്ദേഹത്തിനും ഈ പതാഞ്ജലി കമ്പനിക്ക് മൊത്തത്തിൽ ഒരു വലിയ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, വലിയ രീതിയിൽ നടപടികളൊന്നും എടുക്കാൻ പറ്റിയില്ല. ആ സമയത്താണ് COVID-19 വരുന്നത്. കോവിഡ് വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ, ലോകം മുഴുവൻ പേടിച്ചിരിക്കുകയാണ്, ഇന്ത്യ മൊത്തം പേടിച്ചിരിക്കുകയാണ്. വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല, ഇതിനെന്ത് ചെയ്യുമെന്ന് ഒരു പിടിയില്ലാതിരിക്കുക, എല്ലാവരും ആൾക്കാർക്ക് മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അത്രയും പ്രശ്നമായിട്ട് ഇരുന്ന ഒരു സമയത്ത് വാക്സിൻ പോലും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ബാബ രാംദേവ് ഞങ്ങൾ കൊറോണൽ എന്ന ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് അനൗൺസ് ചെയ്തു. അപ്പൊ അതിനകത്ത് എന്തോ പറയുന്നത് വെച്ചാൽ, ഈ മരുന്ന് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ 100% ആൾക്കാർക്ക് 7 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും മാറും എന്ന് ഒരു വാഗ്ദാനം പോലെ ഒരു ഉറപ്പ് അങ്ങ് നൽകി അദ്ദേഹം. അതായത് ഉറപ്പായിട്ടും 100% ആൾക്കാർക്കും ഒരാഴ്ചക്കുള്ളിൽ ശരിയാകും എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരസ്യം മൊത്തം. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ എല്ലാവരും വിശ്വസിച്ചു. കാരണം എല്ലാ ദിവസവും രാവിലെ അദ്ദേഹമാണ് വന്നിട്ട് യോഗ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ശ്വാസം വരണ്ട, ഇങ്ങനെ ശ്വാസം എടുക്കണ്ട, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ യോഗയും കാര്യങ്ങളൊക്കെ പറയുന്നു. എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ TV പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. അപ്പൊ അതൊക്കെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ അങ്ങനത്തെ അത്രയും വലിയ ഒരു ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തി പെട്ടെന്ന് വന്നിട്ട് ഇത് ഞാൻ കണ്ടുപിടിച്ച മരുന്നാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറോണ വരില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുപാട് പേര് അത് കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു. ഈ കൊറോണ ടാബ്ലറ്റ് എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 450 കോടി രൂപയുടെ കച്ചവടം നടന്നു ഈ ഒരൊറ്റ മരുന്നിൽ. അതായത് 450 കോടി രൂപ ഇദ്ദേഹത്തിന് ഈ ഒരൊറ്റ മരുന്നിലൂടെ കിട്ടി. അങ്ങനെ ഈ മരുന്ന് ഭയങ്കരമായിട്ട് ഒരു വലിയ കച്ചവടം നടന്നുകൊണ്ടിരിക്കുവാണ് ഇന്ത്യ മുഴുവൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ മെഡിക്കൽ അതോറിറ്റി ഇല്ലേ, അവർ നോക്കിയിട്ട് ഇതേത് മരുന്നാ, ഇത് എവിടുന്ന വന്നേ, ഇതാരാ റിലീസ് ചെയ്ത്, ഇതാരാ പെർമിഷൻ കൊടുത്തതിന്, ഞങ്ങൾ ഇതിന് പെർമിഷൻ കൊടുത്തിട്ടില്ലല്ലോ, ഗവൺമെന്റ് ഇതിന് പെർമിഷൻ കൊടുത്തില്ലല്ലോ, ഇതിന് റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യേ, ആരാ ഈ മരുന്ന് ടെസ്റ്റ് ചെയ്തേ, ആരാ ഈ മരുന്ന് അപ്രൂവ് ചെയ്തേ
ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പതാഞ്ജലിയോട് ചോദിച്ചു. അപ്പൊ പതാഞ്ജലി എന്താ പറഞ്ഞു, അതായത് ഈ ആചാര്യ എന്ന് പറഞ്ഞ വ്യക്തിയില്ലേ, അദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് അപ്രൂവൽ വാങ്ങിച്ചു, അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് റിലീസ് ചെയ്തത് എന്ന് അവർ പറഞ്ഞു. ബട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറഞ്ഞു അതൊന്നുമില്ല, ഇവിടെ ഞങ്ങൾ അപ്രൂവൽ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് അവരും പറഞ്ഞു. അപ്പൊ ബേസിക്കലി ഇവർ തന്നെ ഒരു കാര്യം ചെയ്തു, ഇവർ തന്നെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ട് അത് മെഡിക്കൽ അതോറിറ്റീസിന്റെ പെർമിഷൻസോ അല്ലെങ്കിൽ ഒരു അപ്രൂവലോ ഒന്നും വാങ്ങിക്കാതെ ഇവർ തന്നെ മാർക്കറ്റിൽ റിലീസ് ചെയ്ത് ജനങ്ങൾക്ക് അങ്ങ് കൊടുത്തു. നേരത്തെ ആ മാഗി ചെയ്ത പോലെ തന്നെ, ആ നൂഡിൽസിന് ചെയ്ത പോലെ തന്നെ, മാഗി നിർത്തിയപ്പോഴത്തേക്ക് ഇവർ നൂഡിൽസ് സ്വന്തമായിട്ട് ഇറക്കി, പെർമിഷൻസ് ഒന്നും വാങ്ങിക്കാതെ ചാടിക്കരി അങ്ങ് ഇറക്കി. പക്ഷെ അതുപോലെയല്ല ഇത്, അത് നൂഡിൽസ് ആണ്, എങ്ങനെ കുഴപ്പമില്ലെന്ന് നമുക്ക് പറയാം. പക്ഷെ ഇത് അങ്ങനെ അല്ലായിരുന്നു, ഇത് ജനങ്ങളുടെ ജീവിതമായിരുന്നു, ജീവനായിരുന്നു. ഒരു പെർമിഷൻ ഇല്ലാതെ നേരെ വെരിഫൈ ചെയ്യാതെ ഒരു മരുന്ന് ഇവര് ജനങ്ങൾക്ക് കൊടുത്തു. ഇപ്പൊ ഫൈനലി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, ഈ ഇംഗ്ലീഷ് മരുന്നൊന്നും വിശ്വസിക്കരുത്, ആയുർവേദം മാത്രമേ ഉള്ളൂ, ആയുർവേദം മാത്രം വിശ്വസിക്കുക, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ മെഡിക്കൽ അസോസിയേഷൻ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നത്. ആ കേസിനെ ഫോളോ ചെയ്തിട്ടാണ്, ആ കേസിനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഇദ്ദേഹം എന്തൊക്കെ അഡ്വർടൈസ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ തെറ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരെ തെറ്റായിട്ട് സംസാരിച്ച് ഇദ്ദേഹം മാത്രം ശരിയെന്ന് എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ മരുന്നുകളാണ് ഇദ്ദേഹം റിലീസ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇവർ അന്വേഷണം കണ്ടുപിടിച്ചത്. 100 കോടി രൂപ ബിസിനസ് ചെയ്തിരുന്ന ഒരു കമ്പനി ഇപ്പോൾ 10-15 വർഷത്തിനുള്ളിൽ ഇപ്പോൾ 50,000 കോടിയുടെ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മാറി. അത് എത്ര വലിയൊരു ഗ്രോത്ത് ആണ്, എങ്ങനെയാണ് ഈ ഗ്രോത്ത് വന്നത് എന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പിന്നെയും. അപ്പോൾ നിങ്ങൾ വളരാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ മൊത്തവും മണ്ടന്മാരാക്കിയിട്ടാണ് നിങ്ങൾ വളരാൻ നോക്കിയത്. അപ്പൊ ഇതിന് നിങ്ങൾ കോടതി വന്ന് മാപ്പ് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഫൈനലി കോടതിയിൽ അദ്ദേഹം വരേണ്ടി വന്നു. കോടതി വന്നപ്പോൾ കോടതി എന്തോ പറഞ്ഞു വെച്ചാൽ, ഏതൊക്കെ പത്രങ്ങളിലോ TV പരസ്യങ്ങളിലോ നിങ്ങൾ മോഡേൺ സയൻസ് തെറ്റാണെന്ന് പറഞ്ഞോ, മെഡിസിൻസ് മരുന്ന് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ പരസ്യങ്ങളിൽ നിങ്ങൾ അതൊക്കെ പറഞ്ഞോ, അതേപോലെ കുറെ പ്രസ് മീറ്റ്സിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ മോഡേൺ സയൻസിനെ വിശ്വസിക്കലേ, സയൻസ് തെറ്റാണ്, വിശ്വസിക്കരുത്, ഞങ്ങളുടെ രീതിയിൽ പോകാന്ന് പറഞ്ഞ് നിങ്ങൾ ഏതൊക്കെ പ്രസ് മീറ്റിലും ഏതൊക്കെ പരസ്യങ്ങളിലും പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം പിന്നെയും നിങ്ങൾ പരസ്യം ഇടണം, ക്ഷമ ചോദിച്ചിട്ട് പിന്നെയും നിങ്ങൾ പരസ്യം ഇടണം, പ്രസ് മീറ്റിൽ പറയണം എന്ന് അദ്ദേഹത്തിനോട് കോടതി വിധി അങ്ങനെയായിരുന്നു. സോ ബേസിക്കലി പബ്ലിക്ലി അദ്ദേഹം അപ്പോളജൈസ് ചെയ്തേ പറ്റുള്ളൂ എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. അപ്പൊ ഇങ്ങനെ വിധി വന്നപ്പോഴത്തേക്ക് പത്രത്തിൽ ഒരു കോർണറിൽ ചെറുതായിട്ട് ഒരു സോറി പോലെ ഒരു ചെറുതായിട്ട് ഒരെണ്ണം വെച്ചു കൊടുത്തു, ഇവര് പരസ്യമായിട്ട് ഇവർ കൊടുത്തു. അത് കോടതിയിൽ വന്നപ്പോഴത്തേക്ക് കോടതി പിന്നെയും ചോദിച്ചു, നിങ്ങൾ പരസ്യം കൊടുത്തപ്പോൾ നിങ്ങൾ എങ്ങനെയാ കൊടുത്തത്, അതായത് ഈ മോഡേൺ സയൻസിനൊക്കെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിനെ വിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെയാ പരസ്യം കൊടുത്തത്, ഫ്രണ്ട് പേജ് മൊത്തവും വെച്ച് പരസ്യം കൊടുത്തില്ലേ, പിന്നെന്താ സോറി ചോദിക്കുമ്പോൾ ഇങ്ങനെ, സോറി ചോദിക്കുമ്പോഴും നിങ്ങൾ പരസ്യം കൊടുത്തപ്പോൾ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ സോറി ചോദിക്കുമ്പോഴും ചെയ്തേ പറ്റുള്ളൂ, ഫ്രണ്ട് പേജിൽ തന്നെ അതുപോലെ ഫുൾ പേജിൽ തന്നെ ചെയ്യണം എന്ന് ഇപ്പൊ കോടതി പറഞ്ഞേക്കുക. സോ ഇതാണ് ബേസിക്കലി ഈ പതാഞ്ജലിയെ ചുറ്റി ഉള്ള കുറെ കോൺട്രവേഴ്സീസ് ഇതൊക്കെയാണ്. ഇതാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചത്. ഇപ്പൊ ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയണമെങ്കിൽ, ഇപ്പോൾ ആയുർവേദമാണോ ശരി അതോ മോഡേൺ സയൻസ് ഇംഗ്ലീഷ് മരുന്നാണോ ശരി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണുന്നുണ്ട് ക്യാൻസറും കാര്യങ്ങളൊക്കെ വന്ന ആൾക്കാർ ഈ മോഡേൺ സയൻസ് വഴി മോഡേൺ ഇംഗ്ലീഷ് മരുന്നുകൾ യൂസ് ചെയ്തിട്ട് അവരുടെ ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ക്യൂർ ആയി വന്ന ക്യാൻസർ പേഷ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ എങ്ങനെയാ മോഡേൺ സയൻസ് തെറ്റാണ് നമ്മൾ പറയുന്നത്, ഇംഗ്ലീഷ് മരുന്നുകൾ തെറ്റാണ് നമ്മൾ എങ്ങനെയാ പറയുന്നത്? അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. സോ ബേസിക്കലി വി ക്യാൻ സീ ദ റിസൾട്ട് വിത്ത് അവർ ഐസ്. നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട്. വലിയ അസുഖം നടന്ന ആൾക്കാർക്കൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ട് അവർ ക്യൂർ ആവുന്നുണ്ട് എന്നത് നമ്മൾ തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആയുർവേദമാണോ ഇംഗ്ലീഷ് മരുന്നാണോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഇംഗ്ലീഷ് മരുന്ന് എന്നൊരു ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്യത്തുള്ളൂ. ഇംഗ്ലീഷ് മരുന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ മോഡേൺ സയൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. മോഡേൺ സയൻസിൽ ആണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നത് കമന്റ് സെക്ഷനിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.